ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നലെ നമ്മൾ ബ്ലിസ്സിന് കക്കാറച്ചി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കക്കാറച്ചി റോസ്റ്റ് അല്ലേ റോസ്റ്റ് ഉണ്ടാക്കി. പക്ഷെ ഇത് ഫ്രൈ ആയിപ്പോയി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ്. ഞങ്ങൾ കുറെ അലഞ്ഞ് ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് പ്രോൺസ് ഒക്കെ പലയിടത്തും ഇല്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വൈകിട്ട് മഴയത് അത്രയും കഷ്ടപ്പെട്ട് കുറച്ച് പ്രോൺസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യും. പ്രോൺസ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് കഴുകിയെടുക്കാൻ, കാരണം ഓൾറെഡി ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇത് ക്ലീൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല വലിയ പ്രോൺസ് ആണ്. പച്ചക്കറി കഴിക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അതായത് അവിടെ നിന്ന് തന്നെ നന്നാക്കിക്കൊണ്ടാണ് വാങ്ങിക്കൊണ്ട് വന്നത്. നമുക്ക് ഇത്രയും പണി നടന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ല വലിയ പ്രോൺസ് ആണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ചെറിയ പ്രോൺസ് ആയിരുന്നു ഇഷ്ടം. കഴിഞ്ഞ വട്ടം പപ്പ വന്നപ്പോൾ പപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു നല്ല ചെറിയ പ്രോൺസ്. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. കാരണം പല കടകളും വൈകിട്ടായപ്പോഴത്തേക്കും എല്ലാം അടച്ച് പൂട്ടി. അതിൻ്റെ കൂടെ ഇവിടെയൊക്കെ നല്ല മഴയുമായിരുന്നു. അപ്പം നന്നായിട്ട് വൃത്തിയായിട്ട് ഇത് നമുക്ക് കഴുകിയെടുക്കണം. കഴുകി എടുത്തിട്ട് വേണം ബാക്കി ഡെക്കറേഷൻ പരിപാടിയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പൊ പ്രോൺസ് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കാം, കാരണം പുറത്ത് ഭയങ്കര മഴയാണ്. അപ്പൊ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് കുറച്ച് മുളക് പൊടി. ഞാൻ അങ്ങനെ വലിയ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയാക്കി ഒന്നല്ല എടുക്കുന്നത്, കാരണം സമയമില്ല. ഇത് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാനുള്ള ആക്രാന്തമാണ്. നല്ല ഡെക്കറേഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഇത് മെറിബേർഡ് ഐസ്ക്രീം അല്ല, മസ്ലേസിന്റെ ഐസ്ക്രീം അല്ല, മഞ്ഞപ്പൊടി അല്പം ഇടാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ പെപ്പർ പൗഡർ നന്നായിട്ട് അങ്ങോട്ട് കൊടുത്താൽ ആ എരിവൊക്കെ. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഗരം മസാല. ഇതെല്ലാം ഞാൻ ഇങ്ങനെ കവർ വെച്ചേക്കാണ്, പൊട്ടിച്ചൊന്നും വെച്ചേക്കല്ല. ഇത്ര ഭംഗിയൊന്നും വേണ്ട. ഓക്കെ, ഇത്ര ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ജിഞ്ചർ പേസ്റ്റ്. ഞാൻ ഇഞ്ചി വാങ്ങുമ്പോൾ തന്നെ ഞാനിത് പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കെടുത്ത് യൂസ് ചെയ്താൽ മതി. അതേപോലെ ഇപ്പം ഞാൻ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചു. ഇതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് വെളുത്തുള്ളി ഇട്ടാൽ ഒരു പേസ്റ്റ് ഇട്ടു. അപ്പോൾ നമ്മളെല്ലാം ഇട്ടു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നല്ല വലിയ പ്രോൺസ് ആണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇത് വറുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇത് ചുരുങ്ങും. പക്ഷെ അത്യാവശ്യം വലിയ പ്രോൺസ് ആണ്. നന്നായിട്ട് ഇരുന്നൊന്ന് പിടിക്കട്ടെ. നമുക്ക് ഫ്ലെയിം കത്തിക്കാം. ഇവിടെ എല്ലാവരും ഉണ്ടാക്കിയോണ്ട് വിളിച്ചേക്കും. പക്ഷെ വീഡിയോയിൽ കാണിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തന്നെ വ്ളോഗ് എടുക്കുക. സാരമില്ല, വിഷമമുണ്ട്. നമുക്ക് കത്തിക്കാം. ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. അതിലൂടെ ഞാൻ വേറെ കാര്യം കാണിക്കും. ഞാനിന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ മുരിങ്ങയില തോരൻ ഉണ്ടാക്കുന്നത്. ഞാൻ വെച്ചുകൊണ്ട് പറയല്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കാണാനും ഭയങ്കര ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉച്ചയ്ക്കൊന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ആ ടേസ്റ്റ് എനിക്ക് താങ്ങാൻ പറ്റാതെ ഞാൻ മൊത്തം കഴിച്ചു. അത് ഞാൻ രണ്ടാമത് വെച്ച തോരനാണിത്. മുരിങ്ങയില തോരനുണ്ട്. പിന്നെ ചട്ടി ചൂടായി വരുന്നുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് നന്നായിട്ട്
ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പൊ ഞാൻ നിങ്ങളെ അത് വെക്കാൻ പഠിപ്പിക്കൊന്നുമല്ല, പക്ഷേ ഞാൻ വെക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരുവാണ്. ഒരു ദിവസത്തിൽ രാവിലെ പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലെല്ലാം പോയി അറിയാത്തത്. രാവിലെ കടയോളം കാണിച്ചു. രാവിലെ ഞാൻ കുക്ക് ചെയ്തതിൻ്റെ എൻ്റെ കയ്യെ വൃത്തിയിടയ്ക്കും. കറിവേപ്പില അത്രയും പൊട്ടിത്തെറിക്കും. അത് ഇതിട്ടിടാമോ? അതിട്ടിടാം, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. പേടിയുണ്ടോ? ജാഗ്രത. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഒരു സ്പൂൺ എടുത്തിടാം. കാരണം ഒരു വട്ടം ചൂടുവെള്ളത്തിൽ വീണ വെച്ചിട്ടുള്ള ചൂടുവെള്ളത്തിൽ കുഴപ്പമുണ്ട്. ഇത് മൊത്തം ഇട്ട് കൊടുക്കും. എന്നിട്ട് ചുരുങ്ങിക്കോളും. എല്ലാം കൂടെ എടുക്കും. എല്ലാം നന്നായിട്ടൊന്ന് വേവട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കതിൻ്റെ മുകളിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കറിവേപ്പിലയും കൂടെ എടുത്ത് സ്ഥലത്തിൽ നമുക്ക് രണ്ട് പിച്ചാത്തി തരുമോ? പിച്ചാത്തി ഇങ്ങോട്ടുണ്ട് കാര്യങ്ങളൊന്നും. സവാള കട്ട് ചെയ്ത് ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും ആ എണ്ണയിലോട്ട് നമുക്ക് സവാളയും കൂടി ഒഴിക്കാം. മാങ്ങ, അരച്ച മാങ്ങ, സവാളയും കൂടി നമുക്ക് ബാക്ക് തിരിച്ച് വെക്കാം. പ്രോൺസ് ഒന്ന് കുറച്ചൊന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതുവരെ ഉണ്ടാക്കി കിടന്ന് നന്നായിട്ട് വേവ് ഉള്ളി ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. രണ്ട് സവാള പൊളിച്ച് വെച്ചു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അതിന് മുന്നേ പ്രോൺസിന്റെ അവസ്ഥ നമുക്ക് പ്രോൺസ് നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് സവാള പെട്ടെന്ന് തന്നെ എല്ലാം വീടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ വീട്ടിൽ ഭയങ്കര ഫാഷൻ കാര്യമായിട്ട് ഇതൊക്കെ ചെയ്യാതിരിക്കുന്നില്ല. ഉള്ളി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നീര് പോളായി. ഒന്നെങ്കിൽ ഞാൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ടായിരിക്കും. ഇപ്പൊ എൻ്റെ ഹെൽമെറ്റിൽ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ് വെച്ചിട്ടായിരിക്കും. എനിക്ക് ഈ സൺഗ്ലാസ് തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഗ്ലാസ് ആയാലും ഇത് വെച്ചാൽ മതി. ഉള്ളിയോട് എനിക്ക് പണ്ട് തൊട്ട് ഇഷ്ടമല്ലാത്ത സാധനമാണ് ഉള്ളി. പക്ഷെ എന്ത് ചെയ്യണം, നമുക്ക് എല്ലാ സാധനത്തിനകത്ത് ഉള്ളി വേണ്ടതുകൊണ്ട് അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം നമുക്ക് ഈ സവോള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സവാള എടുത്തിട്ടുള്ളൂ. രണ്ട് സവാള ഇല്ലാതെ രണ്ട് സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ പ്രോൺസ് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മോളിൽ വെക്കും, ഇത് മോളിൽ വെക്കും വീടിന്റെ, മറ്റേത് ഉള്ളി വെക്കും, എന്നിട്ട് മാറ്റാം. ഇപ്പൊ നമ്മൾ ഉള്ളി ഇട്ടുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പ്രോൺസിന് ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും ഉള്ളി ഇട്ടുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നോക്കാം. ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് നന്നായിട്ട്
മിക്സ് ചെയ്ത് കൊടുക്കാം. കുഴഞ്ഞു പോയി. ചെയ്തപ്പോഴത്തേക്കും ഞാൻ കുഴഞ്ഞു ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നലെ കുറച്ച് അലുവ വാങ്ങിച്ചായിരുന്നു, ഓറഞ്ച് കളറിലെ. ഒടുക്കത്തെ മധുരം, അതുകൊണ്ട് കഴിക്കാനേ പറ്റുന്നില്ല, ഭയങ്കര മധുരം. ഗൈസ്, നമ്മുടെ പ്രോൺസ് റോസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് അടുക്കി പിടിച്ചു, അത് ഈ പാത്രത്തിൻ്റെയാണ്, പക്ഷെ കുഴപ്പമില്ല, നല്ല സ്മെല്ലുണ്ട്. കണ്ടു. ഇനി നമുക്ക് ചോറ് വിളമ്പിയിട്ട് ഈ പ്രോൺസ് റോസ്റ്റ്, ഒരു പ്രോൺസ് എടുത്ത് ഇച്ചിരി ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ. മല്ലിയില ഇല്ലായിരുന്നു, അതിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമുക്കിനി ഇത് കഴിക്കാം. ഇത് കാണാത്തോണ്ടാ വലിയ ഷോയൊന്നും കാണിക്കണ്ട, നോർമലായിട്ടങ്ങ് എടുത്തു. ഇതൊക്കെ എടുത്തോ, കാണിക്കുന്നതല്ല. എന്താ നിങ്ങൾക്ക്? നമുക്കിത് ചോറ് കഴിക്കാം. തോരൻ നമുക്ക് പ്രോൺസ് എടുത്തുകൊണ്ട് വരാം. പണിണ്ടല്ലോ, എല്ലാവർക്കും ചോറ്. മോരിപ്പുണ്ടായിരുന്നു, കഴിക്കാം. അങ്ങനെ എടുത്ത പക്ഷേ എന്താ ഈ ഞാൻ വീഡിയോസ് തോറ്റുന്നുണ്ട്, അങ്ങനെ അത്ര കിട്ടുന്നില്ല. എന്തുവാ, മീൻകറി ഇരിപ്പുണ്ട്, ചൂടാക്കണം. അച്ചാർ എന്ന് പറഞ്ഞാൽ നല്ല വീട്ടിലെ അടമുള്ള അച്ചാർ. ചോറ് കഴിക്കാം. നിങ്ങളെ നോക്കി ഞാൻ കഴിക്കാം. തോരൻ, എൻ്റെ സ്പെഷ്യൽ തോരൻ, നമ്മുടെ ഇന്നത്തെ തോരൻ. പിന്നെ നമ്മുടെ അടമാങ്ങ. ഈ അടമാങ്ങ കഴിയാറായി. നമ്മൾ പൊഴിക്കാനൊന്നുമില്ല, ഒരു മുളകും കൂടി വെച്ചിട്ട്. നല്ല മുരിങ്ങയില പൊട്ടുന്നുള്ള സാധനം മുരിങ്ങ സ്ഥിരം മുരിങ്ങക്കാട്ട് മനസ്സിലായി. അതെനിക്കറിയത്തില്ല. ഫിനിഷ്.